ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയുടെ ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് ആദർശും ജലജയും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ട് ആദർശ് ദേഷ്യത്തോടെ പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തട്ടി എറിയാണ്. അപ്പോൾ കനക വെപ്രാളത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ആദർശ് മോനെ നീ എന്താ ഈ ചെയ്യുന്നത്? അപ്പം മൂർത്തിയും ചോദിക്കുന്നുണ്ട്, ആദർശ് നീ എന്താ ഈ കാണിക്കുന്നത്? അപ്പോൾ ആർക്കും കാര്യമൊന്നും മനസ്സിലാവായിട്ട് എല്ലാവരും ഇങ്ങനെ അന്താളിപ്പോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇവിടെ ഒരു ചടങ്ങും നടത്തണ്ട. അപ്പോൾ ജയനടക്കം എല്ലാവരും ചോദിക്കുകയാണ് ദേഷ്യത്തോടു കൂടി. ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അപ്പോൾ ജലജ ഇടയ്ക്കേറി പറയാണ്, ആദർശ് നോർമലാ, ഭ്രാന്ത് പിടിച്ചതുപോലെ ഇവിടെ പെരുമാറുന്നത് ആരാണെന്ന് അവനിക്ക് നല്ല നിശ്ചയമുള്ളത് കൊണ്ടാ ഈ ചടങ്ങ് നിർത്താൻ പറഞ്ഞത്. ജലജയുടെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. ആർക്കും എന്നിട്ടും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് തന്നെ കനക സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, ദേ എൻ്റെ മക്കളോടും ഞങ്ങളോടും ഒക്കെ അബിയുടെ അമ്മയ്ക്ക് ദേഷ്യമാണെന്നറിയാം. എന്തെങ്കിലും വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ചടങ്ങ് മുടക്കരുത് പ്ലീസ്. അതുകൂടെ കേട്ടപ്പോൾ ജലജക്ക് ദേഷ്യം അരിച്ചു കയറുകയാണ്. ദേഷ്യം കൊണ്ട് ജലജ കൈ ചൂണ്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. മിണ്ടരുത് നീ, വിഷസർപ്പങ്ങളെ പ്രസവിച്ച ഒരു വിഷമാണ് നീ, നേരുന്നെറിയില്ലാത്ത ഒരുത്തി. അതുകൂടെ കേട്ട സമയത്ത് ഗോവിന്ദനും കനകയും ഒക്കെ ചൂളിപ്പോവാണ്. അതുപോലെ തന്നെ 3 മക്കളും നവ്യയും നയനയും നന്ദു അടക്കം എല്ലാവരും ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ജലജെ നിന്റെ മകൻ്റെ ഭാര്യയുടെ വളകാപ്പ് ചടങ്ങ് നടത്താൻ വേണ്ടി പോകുന്നത്, അത് ഈ രീതിയിൽ അലങ്കോലപ്പെടുത്തിയാ നിന്റെ സ്ഥാനം ഈ വീടിന് പുറത്താ. രണ്ടും കൽപ്പിച്ചെന്ന പോലെയാണ് ജലജ മറുപടി പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ പുറത്തു പോകുന്നതിന് മുമ്പ് ചില സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞേ മതിയാകൂ. എല്ലാവരുടെ മുഖത്തും ഒരുപോലെ ടെൻഷൻ ആവുന്നുണ്ട്. അതേപോലെ തന്നെ നവ്യാണെങ്കിലും വെപ്രാളത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. എന്താ അമ്മ പറയാൻ പോകുന്ന ആ സത്യം എന്നൊക്കെ വിചാരിച്ചിട്ട്. അതേസമയം നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈശ്വര, ആദർശേട്ടനും അപ്പച്ചിയും എല്ലാ സത്യങ്ങളും അറിഞ്ഞോ ആവോ. ആദർശ് വെറുപ്പോടു കൂടിയാണ് നവ്യയെ നോക്കുന്നത്. അപ്പോഴേക്കും ജലജ അവർക്ക് അരികിലേക്ക്, അതായത് അബിയും നവ്യ അവിടെ പൂജയ്ക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നത്, അവരുടെ അരികിലേക്ക് വന്നിട്ട് നവ്യയോടായിട്ട് ചോദിക്കുകയാണ്, ഇത് നിന്റെ എത്ര മാസാടി? അപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പം ജലജ വീണ്ടും കളിയാക്കിക്കൊണ്ട് ചോദിക്കും, മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ചലനമൊക്കെ ഉണ്ടോ? അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇതൊക്കെ? ജലജ ദേഷ്യത്തോടെ വന്നിട്ട് അവിടെ കൂടി നിന്ന് എല്ലാവരോടുള്ള ദേഷ്യവും നവ്യനെ കൊല്ലാനുള്ള ദേഷ്യവും ഒക്കെ അബിക്ക് നേരെയാണ് തീർക്കുന്നത്. അബിയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ഒരുപോലെ പകച്ചുപോയി ജലജ അബിയെ തല്ലുന്നത് കണ്ടപ്പോൾ. അബിയാണെങ്കിൽ മുഖം പൊത്തി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അബിക്ക് നേരെ ദേഷ്യത്തോടു കൂടി ജലജ പറയുന്നുണ്ട്, ഇപ്പം ആദർശല്ല, അതിനു മുന്നേ, എത്രയോ മുന്നേ നിനക്ക് പലതും ചെയ്യാൻ കഴിയുമായിരുന്നു. തല്ലുകൊണ്ട് കവിളും പിടിച്ച് നിൽക്കാന്നല്ലാതെ അബി ഒന്നും തിരിച്ചു പറയുന്നുണ്ടായില്ല. നവ്യാണെങ്കിൽ അബിയെ തന്നെ പേടിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, നീ എവിടുത്തെ ഭർത്താവാടാ? നിന്നെപ്പോലൊരു മകനുണ്ടായി എന്നുള്ളതാണ് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അപ്പോഴും അബിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജലജയുടെ പ്രവർത്തികൾ അതിര് കടന്ന സമയത്ത് മൂർത്തി പറയുന്നുണ്ട്, ജലജയെ നിന്റെ ഷോ നിർത്തിക്കോ, നിന്നെ തല്ലി ഇവിടുന്ന് ഇറക്കും ഞാൻ. അപ്പം ജലജ മൂർത്തിക്കരികിലേക്ക് പോയിട്ട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് കാണാനുള്ളതെല്ലാം കണ്ടിട്ട് അച്ഛൻ എന്നെ ഇറക്കി വിട്ടോ. ഇതുപോലൊരു ദൈവികമായ ചടങ്ങ് നടക്കുമ്പോൾ ഞാനത് തടയാൻ ശ്രമിച്ചാലും അച്ഛന് ഏറ്റവും വിശ്വാസമുള്ള, മറ്റാരെക്കാളും വിശ്വാസമുള്ള അച്ഛൻ്റെ ഈ കൊച്ചുമോൻ ആദർശ് അതിന് ശ്രമിക്കുമോ? ആദർശ് ഇതൊക്കെ തട്ടിത്തെറിപ്പിക്കുമോ? അപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ആദർശിന് നേരെ പോവാണ്. ആദർശ് അപ്പോഴും ഒന്നും പറയാതെ ദേഷ്യം സഹിക്കാൻ പറ്റാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ ആദർശ് സംഭവിച്ചത്? അപ്പോൾ ജലജ പറയുന്നുണ്ട്, സംഭവിച്ചത് എന്താണെന്നേ ഞാൻ പറയാം ഏട്ടത്തി. നവ്യയും നയനയൊക്കെ പേടിച്ചുകൊണ്ടാണ് അപ്പച്ചിയെ നോക്കുന്നത്. ആ സമയത്ത് ജലജ വീണ്ടും നവ്യക്കരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ പകച്ചു നീ നിൽക്കുന്നത്? അപ്പോഴേക്കും എല്ലാവരെയും ഷോക്കാക്കിക്കൊണ്ട് ജലജ നവ്യയുടെ വയറ്റിന് നോക്കിയൊരു കുത്തു കൊടുക്കുകയാണ്. അറിയാതെ അറിയാതെ ദേവയാനി അടക്കം എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞു പോയി. കാരണം ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ വയറ്റിലാണല്ലോ കുത്തുന്നത്. പക്ഷേ നയന മാത്രം ഒരു കുലുക്കോ ഇല്ലാതെയാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ നവ്യയും. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ജലജെ നീ എന്തേ കാണിക്കുന്നേ? അപ്പം നവ്യ ഇടം കണ്ടിട്ടുകൊണ്ട് ദേവയാനിയെ നോക്കുകയാണ്. അപ്പം ജലജ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, വേദനിച്ചോ? ഇനിയിപ്പോൾ വേദനിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നുകൂടെ കുത്തുകയാണ്. ആ സമയത്ത് അറിയാതെ കനക വിളിച്ചു, എടീ. അപ്പോഴേക്കും ആദർശ് തടയാണ്, വേണ്ട. അത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും പേടിയോടെ നിൽക്കുകയാണ്, എന്താ ആദർശ് അങ്ങനെ പറയുന്നത് വിചാരിച്ചിട്ട്. അപ്പോൾ ജലജ വീണ്ടും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വലിയൊരു വടി കൊണ്ട് അടിച്ചെന്നിരിക്കട്ടെ, ഇനി ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇവളുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു കുഞ്ഞാണ് ഇവളുടെ വയറ്റിലുള്ളത്. അത് പറയുന്ന സമയത്ത് കനകയും ഗോവിന്ദനും ഒക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. പക്ഷെ ഒന്നും പറയാതെ ഒരു കുറ്റവാളിയെ പോലെ തന്നെയാണ് നവ്യ നിൽക്കുന്നത്. ഇവളെ കല്യാണത്തിന് മുമ്പേ വിശേഷം അറിയിച്ച പെൺകുട്ടിയാ, അതുകൊണ്ടാ ഇവളും എൻ്റെ മോനും തമ്മിലുള്ള കല്യാണം നടന്നത്. അപ്പോഴും നവ്യ ഒന്നും പറയാതെ നിൽക്കുന്ന കണ്ടിട്ട് അബിക്കും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജലജ എല്ലാവരോടായിട്ട് പറയാണ്, അതിനുശേഷം അതിൻ്റെ ഓരോ ഘട്ടത്തിലെത്തുന്നതിനനുസരിച്ചുള്ള ഓരോ പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും ഇവിടെ നടന്നു. ഇന്നിവളെ വിളിച്ചോണ്ട് പോകുന്ന ചടങ്ങാ. വിളിച്ചോണ്ട് പൊക്കോട്ടെ. അങ്ങനെ വിളിച്ചോണ്ട് പോകുന്ന ഇവളെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് ഇനി മടങ്ങി വരണ്ട.
എന്തുകൊണ്ടാണ് ജലജ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല. കാരണം ജലജയ്ക്ക് നവ്യയോട് ഒരുപാട് ദേഷ്യമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്രയും പബ്ലിക്കായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാവില്ല. എല്ലാവരും ഇങ്ങനെ അമ്പരപ്പോടെ നിൽക്കുന്ന സമയത്ത് ജയൻ ചോദിക്കുന്നുണ്ട്, ജലജേ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ആദർശേ എന്താ സംഭവിച്ചത്? ജയൻ ചോദിക്കുന്നുണ്ട്. അപ്പം ജലജ പറയാണ്, എന്താ സംഭവിച്ചതെന്നേ എല്ലാവരും കണ്ടോ? അതും പറഞ്ഞ് ജലജ നേരെ നവ്യയുടെ വയറിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ആ പില്ലോ വലിച്ചെടുക്കുകയാണ്. നവ്യ നയനെ ആദ്യം ഒന്ന് അമ്പരക്കുകയാണെങ്കിലും അതിനുശേഷം ബാക്കിയുള്ള എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യം ബാക്കി എല്ലാവരും കാണുന്ന സമയത്ത് എല്ലാവരും അമ്പരപ്പോഴാണ് നിൽക്കുന്നത്. കാരണം ഇത്രയും കാലം കാത്തു നിന്നൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, നവ്യയുടെ വയറ്റിലുള്ള ആ കുഞ്ഞിന് വേണ്ടിയിട്ട്. ആ സമയത്താണ് ഇങ്ങനെ കുഞ്ഞല്ല അതൊരു പില്ലോ ആണെന്ന് അറിഞ്ഞ ഒരു അമ്പരപ്പായിരുന്നു എല്ലാവർക്കും. അബി അടക്കം എല്ലാവരും ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. പക്ഷെ നയന മാത്രം കണ്ണുകൾ അടച്ചു പിടിക്കുകയാണ്. എന്ത് സത്യമാണോ ഇത്രയും കാലം മൂടി വെച്ചത് അതെല്ലാവരും അറിഞ്ഞു എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടി. അപ്പോൾ ജലജ എല്ലാവർക്കും നേരെ ആ പില്ലോ കാണിച്ചുകൊണ്ട് പറയാണ്, ഇത്രയും കാലം ഇവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞ് ഇതാണ്, കണ്ടോ എല്ലാവരും, കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന സമയത്ത് കനക ഇതാവുകയാണ്, എന്താ ഷോക്കായി മാറുകയാണ്. അയ്യോ എന്നൊക്കെ പറഞ്ഞ് കുഴഞ്ഞു പോവുകയാണ്. അപ്പോഴേക്കും ജലജ ദേഷ്യത്തോടു കൂടി ആ പില്ലോ വലിച്ചെറിയുന്നുണ്ട്. നവ്യ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ അന്താളിപ്പോടു കൂടി നിൽക്കുകയാണ്. കനക തലയിൽ കൈവച്ചിട്ട് തൻ്റെ മകൾ ഇത്രയും വലിയൊരു ക്രൂരകൃത്യമാണോ ചെയ്തതെന്നുള്ളൊരു അർത്ഥത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ദേഷ്യം മൊത്തം വെച്ചുകൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ഇവള് നമ്മളെല്ലാം വിഡ്ഢികളാക്കുകയായിരുന്നു. ആ സമയത്ത് എല്ലാവരും നവ്യയെ നോക്കുകയാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, ഇനി പറയാനുള്ളതൊക്കെ ഞാൻ പറയാം. കുറച്ചു ദിവസങ്ങളായിട്ട് എനിക്കിവളെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിനുശേഷം അന്ന് നവ്യയുടെ മുറിയിൽ ഒളിച്ചു കയറിയതും നവ്യ അറിയാതെ നവ്യയുടെ പ്രിസ്ക്രിപ്ഷൻസും അതുപോലെ സ്കാനിങ് റിപ്പോർട്ടുകളും ഒക്കെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ജലജയുടെ കൂട്ടുകാരനായിട്ടുള്ള ആ ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ദിവസമാണ് ഓർക്കുന്നത്. റിപ്പോർട്ട് അയച്ചതിന് ശേഷം ഡോക്ടറെ വിളിച്ച് ചോദിച്ച സമയത്ത് ഡോക്ടറാണ് പറയുന്നത്, ഞാൻ ആ റിപ്പോർട്ട് വിശദമായി നോക്കി. ആ പെൺകുട്ടി വിദഗ്ധമായി ജലജയും ജലജയുടെ മകനെയും ഒക്കെ പറ്റിക്കുമായിരുന്നു. അവളുടെ വയറ്റിൽ കുഞ്ഞൊന്നും ഇല്ലെന്നേ ജലജ അന്താളിപ്പോട് കൂടിയാണ് ഡോക്ടർ പറയുന്ന അന്ന് കേട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അത് എങ്ങനെ വിശ്വസിക്കും ഡോക്ടർ? അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് മാത്രമല്ല അതിന് വളർച്ചയുണ്ട്. അപ്പോൾ ഡോക്ടറാണ് അതിൻ്റെ യഥാർത്ഥ കാരണം പറഞ്ഞു കൊടുക്കുന്നത്. ഈ സിനിമയിലൊക്കെ ചെയ്യുന്നത് പോലെ ഒരു പാഡ് എടുത്ത് വെച്ച് കെട്ടിയാൽ യഥാർത്ഥ വയറുണ്ടെന്ന് തോന്നാം. അപ്പോഴാണ് ജലജ ഫസ്റ്റായിട്ട് ഷോക്കാവുന്നത്. മിടുക്കിയായ ഒരു പെണ്ണിന് അതിനൊക്കെ കഴിയും. പക്ഷേ ഇവിടെ ജലജയുടെ മോനെ ആ പെൺകുട്ടി എങ്ങനെയാണ് കബളിപ്പിച്ചതെന്ന് അറിയില്ല. എന്നും ഭാര്യക്കൊപ്പം കഴിയുന്ന ഭർത്താവ് ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ ആദർശ് അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ജലജ കേൾക്കുന്ന സമയത്ത് ആദർശ് അവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അതാണ് സംഭവം. അതായത് ജലജ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നിൽ ആദർശ് ഉണ്ടായിരുന്ന കാര്യം. അപ്പം ജലജ തിരിച്ച് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവളുടെ വയറ്റിൽ കുഞ്ഞില്ല അല്ലേ? അപ്പോൾ ഡോക്ടർ തീർത്ത് പറയാണ്, അതെ, ഈ മെഡിക്കൽ റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞത് 100% ശരിയാണ്. അതിലുപരി ഞാൻ തന്ന മരുന്നിന് റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ 100% ഉറപ്പാണ് അവളുടെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ളത്. അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴും ഈ റിസൾട്ട് കാണുമ്പോഴും ഒരു കാര്യം ജലജ ഉറപ്പിച്ചോ, അവൾ ജലജയുടെ മരുമകളാണെങ്കിലും ഒരു പഠിച്ച കള്ളിയാണ്. അത്തരക്കാർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കൂ. ശരി, ഡോക്ടർ കോള് കട്ട് ചെയ്യുകയാണ്. ജലജ ആ അമ്പരപ്പോട് കൂടി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ജലജ കോള് കട്ട് ചെയ്തതിന് ശേഷം ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ അപ്പച്ചി? അപ്പോൾ ആ ഒരു ഷോക്കോട് കൂടി തന്നെ ആദർശിനോട് പറയാണ്, എനിക്ക് നവ്യയുടെ കാര്യത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു മോനെ. അതുകൊണ്ട് അവളുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ എൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. അതൊക്കെ നോക്കിയിട്ട് അദ്ദേഹം തറപ്പിച്ച് പറയുക അവൾ പ്രഗ്നൻ്റ് അല്ല എന്ന്. അപ്പോൾ ആദർശ് അത്ഭുതത്തോട് ചോദിക്കും, പ്രഗ്നൻ്റ് അല്ലാന്നോ? അതെ, അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ല എന്ന്. അങ്ങനെ ഞെട്ടി നിൽക്കുന്ന ആദർശിൻ്റെ അടുത്ത് ജലജ ചോദിക്കുന്നുണ്ട്, മോൻ ശ്രദ്ധിച്ചോ, അമ്മയാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ ക്ഷീണമോ തളർച്ചയോ അവൾക്കുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവൾ പ്രഗ്നൻ്റ് ആയിട്ട് മാസങ്ങളായിട്ടും അവളുടെ ശരീരത്തിൽ അതിനുള്ള ലക്ഷണങ്ങൾ കാണാതായപ്പോൾ ഇവിടെ എല്ലാവരും അത് ചോദിച്ചതാണ്. പിന്നെ പെട്ടെന്നൊരു ദിവസമാണ് അവൾക്ക് വയറുള്ളതായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തത്. എന്നിട്ട് ആദർശ് വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പച്ചി അതൊക്കെ എങ്ങനെ സാധിക്കും? ഒരു പാഡ് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സാധിക്കില്ലേ ആദർശേ? അപ്പോൾ ആദർശ് വീണ്ടും പറയുന്നുണ്ട്, അത് കൺഫേം ചെയ്യാതെ നമ്മൾ അവളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പോൾ ജലജ വാക്കു കൊടുക്കുകയാണ്, ഞാൻ കൺഫേം ചെയ്യാം, അപ്പോഴെങ്കിലും നീ പ്രതികരിക്കാൻ തയ്യാറാവണം. കള്ളങ്ങൾ പറഞ്ഞാണ് അവളും നിന്റെ ഭാര്യയും ഈ വീട്ടിനകത്തേക്ക് കയറിയത്. അതിപ്പോഴും തുടരുവാണെങ്കിൽ ഇനിയും അവളുമാരെ ഇവിടെ നിർത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എല്ലാം അറിഞ്ഞു വെച്ചിട്ടും അമ്മയും മക്കളും കൂടി വളകാപ്പ് ചടങ്ങ് വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചില്ലേ? കനകയും മക്കളും ഏത് തരക്കാരായിരിക്കും? അങ്ങനെയുള്ളവർക്ക് അനന്തപുരി തറവാട്ടിൽ കഴിയാനുള്ള യോഗ്യതയുണ്ടോ? അതിനുള്ള അർഹതയുണ്ടോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അപ്പച്ചി ആദ്യം ഡോക്ടർ പറഞ്ഞത് സത്യമാണെന്ന് കണ്ടെത്ത്, അതിനുശേഷം എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ആദർശിനരികിൽ നിന്നും പോയ ജലജ പിന്നീട് നവ്യയ്ക്ക് പിന്നാലെയായിരുന്നു. എല്ലാ മേക്കപ്പുകളും ചെയ്തതിന് ശേഷം ആ പാഡ് എടുത്തിട്ട് വയറിൽ നവ്യ കെട്ടുന്നത് ജലജ കണ്ണുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. നവ്യ ആണെങ്കിൽ ഒളിച്ചു നിന്ന് നോക്കുന്നുണ്ടായിരുന്ന ജലജയെ കണ്ടതുമില്ല.
ആ സമയം തന്നെ നവ്യയെ കൊല്ലാനുള്ള ദേഷ്യം ജലജയ്ക്ക് ഉണ്ടായിരുന്നു. ഈ കഥകളൊക്കെയും എല്ലാവരോടുമായിട്ട് ജലജ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നും മറുത്തു പറയാതെ നവ്യ ഒക്കെ കേട്ട് നിൽക്കുകയായിരുന്നു. അബിക്ക് സ്വയം വെറുപ്പ് തോന്നുകയാണ്. ഇങ്ങനെ ഒരുത്തിയുടെ കൂടെയാണല്ലോ ഞാൻ ജീവിച്ചതെന്ന്. അതിലുപരി അവളെ ഒഴിവാക്കാനുള്ള അവസരം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷവും. പക്ഷേ ബാക്കി എല്ലാവരും ഒരുപോലെ ഷോക്കായിട്ടാണ് ജലജ പറഞ്ഞ കാര്യങ്ങൾ അത്രയും കേട്ടിരുന്നത്. നയന മാത്രം പേടിയോടുകൂടിയാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ജലജ ബാക്കിയുള്ള കഥ കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. നടന്നതൊക്കെ ഡോക്ടറോട് സംസാരിക്കുന്ന സമയത്ത് ആദർശ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇവിടെ ഈ പ്രകടനങ്ങളൊക്കെ നടത്തിയത്. അതിനുശേഷം മൂർത്തിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ജലജ ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചാലും അതിനൊക്കെ പഴി കേൾക്കുന്നത് ഞാനും എൻ്റെ മോനുമാണ്. എന്നാൽ ഇതുപോലെ വിചിത്രമായൊരു ചതി, ഇതുപോലൊരു സംഭവം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അച്ഛനും അമ്മയും നാഴികയ്ക്ക് 40 വട്ടം ഇവളുമാരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നല്ലോ. ഇപ്പോൾ ഒന്നും പറയാനില്ലേ? അപ്പോഴേക്കും ആദർശ് കനകയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കിത് നേരത്തെ അറിയായിരുന്നോ? കനക സങ്കടത്തോടെ ടെൻഷനോടെ വെപ്രാളത്തോടും കൂടിയാണ് പറയുന്നത്. ഇല്ല മോനെ, എനിക്കിത് അറിയില്ലായിരുന്നു. നയനയുടെ ആ ഒരു ടെൻഷൻ കണ്ടുകൊണ്ട് ആദർശ് വീണ്ടും കനകയോടായിട്ട് പറയുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി അമ്മമാർ പല ത്യാഗങ്ങളും സഹിക്കും. അവരുടെ ജീവൻ പോയാലും ചിലപ്പോൾ പല സത്യങ്ങളും അവർ പുറത്തു പറഞ്ഞെന്നിരിക്കില്ല. എന്നാൽ ആണുങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അച്ഛനെങ്കിലും സത്യം പറയണം. ഗോവിന്ദൻ്റെ നേരെയായിട്ടാണ് പിന്നീട് ആദർശ് ചോദിച്ചത്, നവ്യ ഇന്ന് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി കുഞ്ഞു പോയി എന്ന് പിന്നീട് അറിയിക്കാമെന്ന് കരുതിയിട്ടാണോ നിങ്ങളെല്ലാവരും ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? പക്ഷേ മറുപടി ഒന്നും പറയാതെ ഒരു കുറ്റവാളിയെ പോലെ ഗോവിന്ദൻ മൗനമായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അഭി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അത് തന്നെയാണ് സത്യം. ഇന്ന് കിട്ടുന്ന സമ്മാനങ്ങളുമായിട്ട് പോയതിന് ശേഷം എന്തെങ്കിലും ഒരു ദിവസം ഇവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് കുഞ്ഞു പോയി എന്ന് എല്ലാവരോടും പറയും. അപ്പോൾ ആ സിമ്പതി നിനക്ക് കിട്ടുമല്ലോ. നവ്യോടായിട്ടാണ് അഭി തട്ടിക്കയറുന്നത്. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കനകയുടെ ചങ്ക് പൊടിയാണ്. നയന ഒക്കെ കേട്ടിട്ട് ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. സാധാരണ വീട്ടുകാരെ പറയുന്ന സമയത്ത് നയനക്ക് ചുട്ട് കയറുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം കുറ്റവാളികളാണ് എന്ന അറിവുള്ളത് കൊണ്ട് തന്നെ നയന ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദർശ് വീണ്ടും ഗോവിന്ദന് നേരെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ ജലജ പറയും, മോൻ പറഞ്ഞത് തന്നെയാണ് സത്യം, പിന്നെ അയാൾ എന്ത് മിണ്ടാനാ? അപ്പോഴേക്കും ദേവയാനിയും കയറുന്നുണ്ട്. കാഴ്ചയ്ക്ക് മനുഷ്യൻ്റെ രൂപവും ഭാവവും ഒക്കെ ഉണ്ട്, എന്നാൽ പ്രവൃത്തിയിൽ അത് ലെവലേശയില്ല, തൊട്ട് തീണ്ടിയിട്ടില്ല. ഗോവിന്ദനെ കുറിച്ചിട്ടാണ് ദേവയാനി പറയുന്നത്. അപ്പോഴേക്കും കനക ഭർത്താവിനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ തിരിച്ചയാൾ ഒന്നും പറയാതിരിക്കുന്നത് കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് ആദർശനോട് പറയാണ്, സത്യം പറയാം മോനെ, ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു, സത്യമായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ്. അപ്പോൾ ആദർശ് ഗൗരവഭാവം ഒട്ടും മാറ്റാതെ തന്നെയാണ് ചോദിക്കുന്നത്, ഞാൻ അമ്മയോടല്ല ചോദിച്ചത്, അച്ഛനോടാ. അപ്പോൾ അയാൾ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, ഇപ്പോഴാണ് മോനെ ഞങ്ങളെല്ലാം അറിഞ്ഞത്. അപ്പോൾ ജലജ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇത് ഏതൊരു അച്ഛനും വലിയ ഷോക്കായിരിക്കുമല്ലോ. അന്ന് കല്യാണ സമയത്തൊക്കെ ഇയാൾ നെഞ്ചുവേദന വന്ന് വീണതായിരുന്നല്ലോ, ഇപ്പോഴെന്താ വീഴാത്തത്? അപ്പം കനകയും ഗോവിന്ദനും കൂടെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഹൃദയവും മനസ്സാക്ഷിയും ഇല്ലാത്തവരാണെന്ന് ഒരുപാട് തവണ തെളിയിച്ചതാ. ഇപ്പം അത് 100% ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഗോവിന്ദൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അതിനുശേഷം നേരെ ആദർശ് വന്നത് നയനക്ക് മുന്നിലാണ്. നയന പേടിയോടുകൂടി വിറച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, സംസാരത്തിലും പ്രവൃത്തിയിലും നന്മയുള്ള ഒരു പെൺകുട്ടിയെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം നെഞ്ചിലേറ്റി. നീ വന്ന ശേഷം ഞങ്ങൾ കൊച്ചുമക്കൾ പോലും നിനക്ക് പിന്നിലായി. അത് നിൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടും സത്യസന്ധത കൊണ്ടുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീടിൻ്റെ പല കാര്യങ്ങളും തീരുമാനിച്ചത് എൻ്റെ അമ്മയായിരുന്നു. പക്ഷെ നീ വന്നതിന് ശേഷം പല കാര്യങ്ങളിലും ആ തീരുമാനങ്ങൾ എടുക്കാൻ പോലും എൻ്റെ അമ്മയെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും മാറ്റി. അവിടെയും നിൻ്റെ ആത്മാർത്ഥതയും ഹൃദയവിശാലതയുമാണ് കാരണമെന്ന് പലപ്പോഴും അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിശാല ഹൃദയമുള്ള നിന്നോട് ചോദിക്കുക, നിനക്കറിയാമായിരുന്നോ ഇവളീ കളിച്ച നാടകം? മറുപടി ഒന്നും പറയാനാകാതെ വിതുമ്പിക്കൊണ്ട് നിൽക്കുകയാണ് നയന. അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ കനക ഇടയിൽ കയറി പറയുന്നുണ്ട്, അയ്യോ നയന മോൾക്ക് അറിയില്ലായിരുന്നു മോനെ, അറിയുമായിരുന്നെങ്കിൽ മോൾ ഇക്കാര്യം നേരത്തെ തന്നെ എന്നോട് പറഞ്ഞേനെ. അപ്പോഴേക്കും ആദർശ് നേരെ തിരിഞ്ഞ് ദേഷ്യത്തോടു കൂടി കനകയോട് പറയുന്നുണ്ട്, ഇതിപ്പോൾ ഒരു കോടതിയാ, അവിടെ അമ്മ സംസാരിക്കേണ്ട സമയം വരുമ്പോൾ മാത്രം അമ്മ സംസാരിച്ചാൽ മതി. എനിക്ക് സത്യങ്ങൾ അറിയേണ്ടത് എൻ്റെ ഭാര്യയുടെ നാവിൽ നിന്നാ, പറയേണ്ടത് ഇവൾ പറഞ്ഞേ പറ്റൂ. ശേഷം നയനക്ക് നേരെ തിരിഞ്ഞിട്ട് പറയും, പറയടി, നിന്റെ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ലായിരുന്നെന്നും അവൾ എല്ലാവരെയും പറഞ്ഞു പറ്റിക്കുകയായിരുന്നെന്നുള്ളതും നിനക്കറിയായിരുന്നോ? ദേവയാനിയും ചോദിക്കുന്നുണ്ട്, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പം മുത്തശ്ശി പറയും, മോൾക്കൊന്നും അറിയില്ലായിരുന്നു അല്ലേ മോളെ? അപ്പോഴും ഒന്നും പറയാതെ നയന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടുനിൽക്കില്ലെന്നാ മുത്തശ്ശിയുടെ വിശ്വാസം, എൻ്റെയും. അതുകൊണ്ട് തന്നെ നിന്റെ നാവിൽ നിന്നും നിനക്കൊന്നും അറിയില്ലെന്ന് കേൾക്കണമെന്നാ മുത്തശ്ശി ഇപ്പം നിന്നോട് ഇങ്ങനെ ചോദിച്ചത്. നിനക്കിനി ഉത്തരം പറയാം, അതിന് ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം മൂർത്തിയും പറയുന്നുണ്ട്, എന്തായാലും പറഞ്ഞോ മോളെ. അവസാനം കരഞ്ഞുകൊണ്ട് നയന പറയാണ്, എനിക്ക് അറിയായിരുന്നു, തുടക്കം മുതലേ
എല്ലാം എനിക്കറിയായിരുന്നു. നയന പൊട്ടി പൊട്ടി കരയാണ്. പക്ഷെ ബാക്കി കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഷോക്കാവുകയാണ്. നവ്യ ഒഴികെ ബാക്കി എല്ലാവരും ഞെട്ടിത്തെറിച്ചാണ് നിൽക്കുന്നത് നയനയുടെ ആ വാക്കുകൾ കേൾക്കുന്ന സമയത്ത്. അപ്പൊ കനക ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താടി നീയെങ്കിലും ഞങ്ങളോട് ഇത് പറയാഞ്ഞത്? അപ്പൊ ഗോവിന്ദനും ചോദിക്കുന്നുണ്ട്, എല്ലാം പറയുന്ന മോൾ എന്തിനാ മോളെ അത് മറച്ചു വെച്ചത്? നന്ദുവും പറയും, എന്നോടെങ്കിലും ചേച്ചിക്ക് അത് പറഞ്ഞുകൂടായിരുന്നോ? മറുപടിയൊന്നും ഇല്ലാതെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ കേട്ട് നിൽക്കുകയാണ് നയന. അതിനുശേഷം നവ്യ അന്ന് ഭീഷണിപ്പെടുത്തിയത് ഓർക്കുന്നുണ്ട്. എല്ലാവരോടും പറയാണ്, ചേച്ചി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാനും ഇവിടുത്തെ ഫാമിലി ഡോക്ടർ പോലും സത്യങ്ങൾ മറച്ചു വെച്ചത്. പക്ഷെ എല്ലാവർക്കും നയനയോടാണ് കൂടുതലായിട്ട് ദേഷ്യം തോന്നുന്നത്. കാരണം നവ്യ അത് ചെയ്തതിനേക്കാളും നയന അത് അറിഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ എന്നാണ് എല്ലാവർക്കും ദേഷ്യം ഉണ്ടായത്. അതിനുശേഷം ആദർശ് കനകയ്ക്കും ഗോവിന്ദനും നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ് അത് മൂടി വെക്കുന്നതും. അഭി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആരും അതിന് കുറ്റം പറയില്ല. കാരണം അത് അവന് ജന്മനാ കിട്ടിയ സ്വഭാവ. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം നവ്യയും അതുപോലെ തന്നെയാ. അത്യാവശ്യം കള്ളം പറയുകയും തെറ്റൊക്കെ ചെയ്യുന്ന ആളാ. അതിനുശേഷം നയനക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പറയാണ്, എന്നാൽ നീ അങ്ങനെയല്ല. നിന്നെ അമിതമായി വിശ്വസിച്ച് എന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും പോലെ നീ വഞ്ചിച്ചു കഴിഞ്ഞു. ആദർശ് എന്തൊക്കെ പറഞ്ഞിട്ടും ആരും ഒന്നും എതിർത്ത് പറയുന്നുണ്ടായിരുന്നില്ല. അപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന നയനയോട് ആദർശ് വീണ്ടും പറയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നവ്യേക്കാളും വലിയ കുറ്റക്കാരി നീയാ. ഇനി ഒരു നിമിഷം പോലും എൻ്റെ ഭാര്യയായിരിക്കാനോ ഈ അനന്തപുരി തറവാട്ടിൽ കഴിയാനോ നിനക്ക് അർഹതയില്ല. ആദർശിൻ്റെ തീരുമാനത്തിൽ എല്ലാവരും ഞെട്ടുന്നുണ്ടെങ്കിലും ആർക്കും അതിനോട് മറുത്തു പറയാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും വലിയൊരു തെറ്റാണ് നയന ചെയ്തതെന്ന് എല്ലാവർക്കും തോന്നുകയാണ്. പക്ഷെ അനി മാത്രം വിളിക്കുന്നുണ്ട്, ഏട്ടാ. അപ്പോൾ അവനോട് തട്ടിക്കയറാണ് ആദർശ്. എന്താടാ അത് പറഞ്ഞപ്പോൾ എനിക്കില്ലാത്ത എന്ത് വിഷമാണ് നിനക്ക്? അപ്പോൾ ദേവയാനി ചൂടാവുകയാണ്. അനി, നീ ഒരുപാട് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ചെറിയ പയ്യനാ നീ, മിണ്ടാതിരുന്നോളണം. അതിനുശേഷം ദേവയാനി പോയിട്ട് കനകയോടും ഗോവിന്ദനോടായിട്ട് പറയാണ്, വഴിതെറ്റിയിട്ട് വീട്ടിനകത്തേക്ക് വലിഞ്ഞു കയറുന്ന പൂച്ചയും പട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ ഈ അനന്തപുരി തറവാട്ടിലേക്ക് വഴിതെറ്റി വന്ന 2 മരുമക്കളാണ് ഇവർ രണ്ടുപേരും. ഇന്നത്തോടെ അതിൻ്റെ അവസാന കൊണ്ടുപോയിക്കൊള്ളണം രണ്ടിനെയും. പിന്നെ നവ്യയെ നോക്കിക്കൊണ്ട് പറയാണ്, ഇവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അഭിയും ജലജയുമാണ്. എന്നാ എൻ്റെ മരുമകളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി എനിക്ക് ഇങ്ങനെ ഒരു മരുമകൾ വേണ്ട. എൻ്റെ മകൻ ഇതുപോലൊരു ഭാര്യയും. നയന നെഞ്ചു പൊട്ടി കരയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.